സംസ്ഥാന സർക്കാരിന്റെ മികച്ച പദ്ധതികളും മോദി സർക്കാരിന്റെ പരാജയവും ഫലം കണ്ടു. ഇനി സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ് യുഗമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. കർണാടകയിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന 14 ലോക്സഭാ മണ്ഡലങ്ങളിൽ 9 മുതൽ 10 വരെ സീറ്റുകളിൽ കോൺഗ്രസ് വിജയിക്കുമെന്ന് തറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് സിദ്ധരാമയ്യ. മുസ്ലിം സംവരണങ്ങളെ കുറിച്ചുള്ള മോദിയുടെ പരാമർശങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. 2014-ലും 2019-ലും ഉണ്ടായിരുന്ന മോദി തരംഗം 2024-ലില്ല. കഴിഞ്ഞ 10 വർഷമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ എന്താണ് ചെയ്തതെന്ന് ജനങ്ങൾ കണ്ടതാണ്. 2014-ൽ അധികാരത്തിലെത്തിയപ്പോൾ നൽകിയ വാഗ്ദാനങ്ങളൊന്നും BJP പാലിച്ചിട്ടില്ല. വിലക്കയറ്റം നിയന്ത്രിക്കുക, കർഷകരുടെ വരുമാനം ഇരട്ടിപ്പിക്കുക, കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, രൂപയുടെ മൂല്യം ഉയർത്തുക തുടങ്ങിയ പ്രധാനമന്ത്രി മോദിയുടെ അവകാശവാദങ്ങൾ ഒന്നും പാലിച്ചില്ല. അതുകൊണ്ട് തന്നെ മോദി ഭരണത്തിൽ ജനങ്ങൾ നിരാശരാണ്. ഇത് തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും പ്രതിഫലിക്കും. കർണാടകയെ കുറിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളാണ് പ്രധാനമന്ത്രി പറയുന്നത്. സംസ്ഥാന സർക്കാർ അടുത്തിടെ മുസ്ലിം സംവരണം കൊണ്ടുവന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. എന്നാൽ ചിന്നപ്പ റെഡ്ഡി കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിലും തൊഴിലിലും 4% സംവരണം നൽകുന്നത് 1994-ൽ നടപ്പാക്കിയതാണെന്നും ദേവഗൌഡ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഇത് നിയമമാക്കിയതെന്നും ഇത് സമീപകാലത്തുണ്ടായ മാറ്റമാണെന്ന മോദിയുടെ പരാമർശം തെറ്റാണെന്നും സിദ്ധരാമയ്യ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 3 പതിറ്റാണ്ടായി നിലനിന്നിരുന്ന മുസ്ലിം സംവരണം ബസവരാജു ബൊമ്മെ സർക്കാരിന്റെ കാലത്ത് നിർത്തലാക്കപ്പെട്ടു. ഈ തീരുമാനത്തിനെതിരെ മുസ്ലിം നേതാക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചു. തുടർന്ന് മുസ്ലിം സംവരണവുമായി ബന്ധപ്പെട്ട തൽസ്ഥിതി തുടരുമെന്ന് ബൊമ്മൈ സർക്കാരാണ് സുപ്രീം കോടതിയിൽ ഉറപ്പു നൽകിയത്. എന്നിട്ടും മുസ്ലിങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തുകയാണെന്ന തെറ്റായ പരാമർശം നരേന്ദ്രമോദി നടത്തുകയാണ്. മതിയായ വരൾച്ചാ ദുരിതാശ്വാസം പോലും നൽകാതെ മോദി സർക്കാർ കർണാടകയെ അവഗണിക്കുകയാണ്. കോടതി ഇടപെട്ടിട്ടും ആവശ്യപ്പെട്ട തുകയുടെ 19% മാത്രമാണ് നൽകിയതെന്നും ഇത് അനീതിയാണെന്നും സിദ്ധരാമയ്യ തുറന്നടിച്ചു. കോൺഗ്രസിന് നേതൃത്വമില്ലെന്ന മോദിയുടെ വിമർശനം ചൂണ്ടിക്കാട്ടിയപ്പോൾ എല്ലാ പാർട്ടികളിലും നേതൃത്വം ഉരുതിരിഞ്ഞു വരികയാണ് ചെയ്യുന്നതെന്ന് സിദ്ധരാമയ്യ എടുത്തു പറഞ്ഞു. മോദിക്ക് മുൻപ് വാജ്പേയിയും അദ്വാനിയും BJPയെ നയിച്ചു. മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും രാജ്യത്തെ നയിക്കാൻ കഴിവുള്ള നേതാക്കളാണെന്നാണ് സിദ്ധരാമയ്യ ചൂണ്ടിക്കാട്ടിയത്. അതേസമയം കോൺഗ്രസ് വിജയിച്ചാൽ ആരായിരിക്കും പ്രധാനമന്ത്രി എന്ന ചോദ്യത്തിന് സിദ്ധരാമയ്യയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: കോൺഗ്രസ് ഇന്ത്യ എന്ന സഖ്യത്തിന്റെ ഭാഗമാണ്. ഒരു വ്യക്തിയെ പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാട്ടുക പ്രായോഗികമല്ല. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം പൊതു മിനിമം പരിപാടി രൂപീകരിക്കുകയും നേതാവിനെ കൂട്ടായ തീരുമാനത്തിലൂടെ തെരഞ്ഞെടുക്കുകയുമാണ് ചെയ്യുക. ദേശീയ തലത്തിൽ കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടുമെന്ന ചോദ്യത്തിന് കൃത്യമായ കണക്ക് വ്യക്തമാക്കാൻ കഴിയില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. എന്നാൽ BJP വിരുദ്ധ കക്ഷികൾ ഒന്നിക്കുമ്പോൾ സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം കോൺഗ്രസ് നേടുമെന്നും സിദ്ധരാമയ്യ അവകാശപ്പെടുന്നുണ്ട്. കർണാടകയിൽ പരസ്പരം ഏറ്റുമുട്ടിയിരുന്ന BJPയും JDSഉം പെട്ടെന്ന് സഖ്യമുണ്ടാക്കിയാൽ ജനങ്ങൾ ഈ സഖ്യത്തെ വിശ്വാസത്തിൽ എടുക്കില്ലെന്നും കർണാടകയിൽ കോൺഗ്രസ് 20 സീറ്റുകൾ നേടുമെന്നും സിദ്ധരാമയ്യ ഇതിനൊപ്പം തന്നെ അവകാശപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വരൾച്ചാ ദുരിതാശ്വാസം അനുവദിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് അനീതി കാണിച്ചെന്ന് ആരോപിച്ച് കർണാടക സർക്കാരിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, മറ്റു മന്ത്രിമാർ, നിയമസഭാംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കൊടും വരൾച്ചയിലൂടെയാണ് കർണാടക കടന്നു പോകുന്നതെന്നും എന്നാൽ ഇതിനെ നേരിടാൻ മതിയായ സഹായധനം നൽകാതെ കേന്ദ്രം വഞ്ചിച്ചെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി.